മഞ്ചേരിയാണ്, ലീഗിന്റെ ഉരുക്കുകോട്ടയിലാണ്, ലീഗിന്റെ ശക്തി കേന്ദ്രത്തിലാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് തോറ്റു, ഡോക്ടർ മുനീർ തോറ്റു, ടി മുഹമ്മദ് ബഷീർ സാഹിബ് തോറ്റു. പടപടപടോ എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തുകൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. ചരിത്രത്തിലാദ്യമായി കാസർഗോഡ് മുനിസിപ്പാലിറ്റി പോയി, മലപ്പുറം മുനിസിപ്പാലിറ്റി പോയി. ഞങ്ങൾ തോറ്റ് തുന്നമ്പാടി ഇരിക്കുമ്പോഴും അഭിവന്ദനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ തോറ്റ് തുന്നമ്പാടി അവസാനത്തെ പഞ്ചായത്ത് മെമ്പർ നഷ്ടപ്പെട്ടാലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പച്ചപ്പതാക ഒരു തീവ്രവാദിയുടെ അടുക്കളയിൽ പണയം വെക്കില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് ഞങ്ങൾ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങിയത്. ഈ രാജ്യത്തിലെ മതപുരോഹിതന്മാരുടെയും ഈ രാജ്യത്തിലെ മതവർഗീയവാദികളുടെയും തീവ്രവാദികളുടെ ഒക്കെ വോട്ട് വാങ്ങി ജയിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് വല്ല മാമാപ്പണിയെടുത്ത് ജീവിക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫുമായി സഖ്യത്തിലായെന്ന് വെൽഫെയർ പാർട്ടി. പാർട്ടി ചിഹ്നത്തിൽ യുഡിഎഫ് സ്ഥാനാർത്ഥികളായി മത്സരിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. യുഡിഎഫ് നേതൃത്വവുമായി ചർച്ചകൾ പൂർത്തിയായി. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നീക്കുപോക്കുകൾ താഴെത്തട്ടിൽ നടപ്പാക്കും. യുഡിഎഫിൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഒരുപോലെ സീറ്റുകൾ വെൽഫെയർ പാർട്ടിക്ക് വിട്ടുതരും. ഇതാണ് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റിന്റെ പ്രതികരണം. 5 വോട്ട് 10 വോട്ട് 1 വോട്ടൊക്കെ റിസൾട്ടിന് മാറി. അതുകൊണ്ട് തന്നെ ആ പഞ്ചായത്ത് കിട്ടുക എന്നൊരു വലിയൊരു ലക്ഷ്യമുണ്ടാവും. ആ ലക്ഷ്യം നേടണമെങ്കിൽ ഞങ്ങളുടെ സഹകരണം അവർക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ 2 കൂട്ടരും അവരുടെ സീറ്റുകൾ ഞങ്ങൾക്ക് തന്നുകൊണ്ട് അത് പരിഹരിക്കും. ഇല്ലെങ്കിൽ അത്രയും സീറ്റുകൾ അവർക്ക് നഷ്ടം.